റീ റിലീസിന് പ്രൊഡ്യൂസർ ഒരുപാട് കാശ് ഇറക്കണം, 1 കോടി രൂപയോളാവും ആണല്ലേ. ശോഭനയ്ക്കും മോഹൻലാലിനൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ യാതൊരുവിധ സങ്കോചോ കാര്യങ്ങളും അങ്ങോട്ട് ഇറങ്ങിയേക്കും അങ്ങോട്ട്. ശോഭന അവസാനം എമോഷണലായിപ്പോയി. ശോഭന അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങി എൻ്റെ അടുത്ത് വരുന്നത്. കണ്ടിന്യൂസ് 366 ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ റെഗുലർ ഷോ. സാധാരണ നോൺ ഷോ പോലെ വലിച്ചു നീട്ടത്തില്ല, റെഗുലർ ഷോയാണ്. ആ ഡാൻസിൻ്റെയും ഈ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്നൊക്കെ ഫാസിൽ സാർ കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ കുനിഞ്ഞ അതൊക്കെ ഫാസിൽ സാറിൻ്റെ സ്റ്റെപ്പ്. അതൊക്കെ ലാലേട്ടനും ലളിത ചേച്ചിയുള്ള ബാത്റൂം സീനില്ലേ, അതില് ലളിത ചേച്ചി ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണ്? ഇല്ല, ലളിത ചേച്ചിയുടെ ആവശ്യമില്ല കേട്ടോ, ശബ്ദം മാത്രമല്ല. ഡബ് ചെയ്യാൻ വരുമ്പോൾ ലളിത ചേച്ചി ഡബ് ചെയ്തില്ലല്ലോ, എന്നോട് പറയേണ്ട എന്തിനാ, ചൂടായി കേട്ട്. സത്യം അത്. ക്ലൈമാക്സ് സീനിൽ ഡമ്മി തിരിക്കുന്ന സുരേഷ് ഗോപി സാറാണ് സജസ്റ്റ് ചെയ്തെന്ന് കേട്ടു. ഇന്ത്യൻ സിനിമയിലെ ബെസ്റ്റ് ത്രില്ലർ മൂവി റീ റിലീസ് ആവാൻ പോവാണ്. അതൊരു മലയാള സിനിമയാണ്, മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിൻ്റെ പ്രൊഡ്യൂസർ സ്വർഗചിത്ര അപ്പച്ചൻ സാറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. വെൽക്കം ടു സ്റ്റാർ ജാം സാർ. ഒരു പടം റീ റിലീസ് ചെയ്യാന്ന് പറയുമ്പം ഒരു പ്രൊഡ്യൂസർക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? പ്രൊഡ്യൂസർക്ക് ഇതിൻ്റെ അന്നത്തെ സിനിമയെല്ലാം ഫിലിമല്ലേ, ഫിലിമാണല്ലോ. ഇപ്പോൾ ഇത് ഡിജിറ്റലാക്കണം, സൗണ്ട് ഇപ്പോൾ 4K സിസ്റ്റം ആക്കണം, പിക്ചറും എൻ്റെ കളർ ഗ്രേഡിങ് നടത്തണം. ഒരു 9-10 മാസത്തോളമായി അതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട്. അത്രയും പണിയുണ്ട്. അത്രയും പണിയുണ്ട് താനും. അത് ചെയ്തു വരുമ്പോൾ നമുക്കൊരു വൃത്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഈ മണിച്ചിത്രത്താഴ് ചെയ്തതിൻ്റെ അടുത്ത് അതിനോട് കൂട്ടത്തിൽ ചെയ്തതാണ് നമ്മുടെ മാതൃഭൂമിക്കാരുടെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തായിരുന്ന PVGയുടെ വടക്കൻ വീരഗാഥ. അതിങ്ങനെ ചെയ്തു വന്നൊക്കെ കണ്ടപ്പോൾ ഉണ്ട് അതിൻ്റെ കളറ് ഇതൊന്നും കറക്റ്റായി കിട്ടിയില്ല അവർക്ക്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും അത് ഇപ്പോൾ എൻ്റെ ഈ സിനിമ ചെയ്തൊരു സോമൻ പിള്ള എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. അദ്ദേഹം ഇതിന് കുറച്ച് നല്ല പണിയുണ്ട്. എനിക്ക് പോലും നോക്കിയാൽ അതിന് ഒരു മെനക്കേടാണത്. ആ സൗണ്ട് ചെയ്യണം, കളർ ചെയ്യണം, ആ മദ്രാസിൽ ലാബിൽ പോകണം, തിരുവനന്തപുരത്ത് നല്ല സൗണ്ട് എഞ്ചിനീയറെ കൊണ്ട് ചെയ്ത് വർക്കൗട്ട് ആകണം. എന്നിട്ടിപ്പോൾ മമ്മൂട്ടി ഇടപെട്ടിട്ട് ഈ സോമൻ പിള്ളനെ വിളിച്ചിട്ട് ഇപ്പോൾ വടക്കൻ വീരഗാഥ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് PVGയുടെ മക്കളും വൈഫും കൂടെ ഏൽപ്പിച്ചിരിക്കുക. അതും റീ റിലീസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അടിപൊളി. ഒരു പടം ഇറങ്ങുന്ന അത്രയും സമയമെടുക്കും. ഇതൊരു സ്ട്രെയിൻ പിടിച്ചതാണ്. നമ്മൾ അന്ന് ഫിലിം ഡിജിറ്റലാക്കുക എന്നുള്ള ഒരു കാര്യം അത് ചെയ്ത് കറക്റ്റ് വർക്കൗട്ടായിട്ട് ഒത്തു കിട്ടണം. മണിച്ചിത്രത്താഴ് നമ്മൾ സീൻസ് കട്ട് ചെയ്യുന്നുണ്ടോ? ഒരു ഫ്രെയിം അനങ്ങുന്നില്ല, ഒരു മുട്ടുസൂചിയുടെ അത്ര പോലും ആഡ് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. അടിപൊളി. അത് ഫാസിൽ സാറിന്റെ നിർബന്ധമാണ്. ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ 2 കാര്യം എന്നോട് പറഞ്ഞുള്ളൂ. ഒരു ചെറിയൊരു സാധനം പോലും അതിന് തൊടാൻ പാടില്ല, കട്ട് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാനും വേണ്ട. അത് അതേപോലെ ചെയ്യണമെങ്കിൽ അപ്പച്ചൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഒരുപാട് തിയേറ്റേഴ്സിൽ ഇറക്കുമോ? ഇല്ല, 4K ഉള്ള തിയേറ്ററിൽ മാത്രം. 4K ഉള്ള ഇത് 4K അറ്റ്മോസ്ഫിയറിൽ കണ്ടാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഈ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ TV-യിലോ യൂട്യൂബിലോ കഥ ഏറെക്കുറെ അറിയാമായിരിക്കും. പക്ഷേ ആ സൗണ്ട് വ്യത്യാസത്തിൽ വരുമ്പോഴും ആ പിന്നെ 4K അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അതുള്ള സംവിധാനം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇത് നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും. അതാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ കൊണ്ടുവരുന്നതും. അത് പ്രേക്ഷകന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ എനിക്കൊരു നല്ല ഒരു വിശ്വാസമുണ്ട്. അപ്പച്ചൻ സാർ ആസ് എ പ്രൊഡ്യൂസർ മണിച്ചിത്രത്താഴ് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? മണിച്ചിത്രത്താഴെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് 3.5 കൊല്ലത്തെ ഒരു കഠിനാധ്വാനം ഉണ്ട് എൻ്റെ സ്ക്രിപ്റ്റ് ശരിയാക്കാൻ വേണ്ടി. ഫാസിൽ സാർ മധുമുട്ടം എന്ന് പറയുന്ന റൈറ്ററാണ്. അദ്ദേഹം ആലപ്പുഴ ബ്രദേഴ്സ് ലോഡ്ജിൽ 3.5 വർഷത്തോളം റൂം നമ്പർ 19 അങ്ങനെ ഇരിക്കും. റൂം നമ്പർ 19 അത് അങ്ങനെ ഇരുന്ന് ഈ കഥ കുറേശ്ശെ ഒരു ചാത്തനേർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റുമായിട്ട് ഒരു ചെറിയൊരു കഥയായിട്ട് ഒരു അയലോകത്ത് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ചാത്തനേർ കല്ലെറിയുമല്ലോ, അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് വന്നു എന്നും പറഞ്ഞ് ത്രെഡുമായിട്ടാണ് ഫാസിൽ സാറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഫാസിൽ സാറിൻ്റെ അടുത്ത് ഒരു 11ഓളം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് ഞാൻ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ 11 കൊല്ലം ഞാൻ ആലപ്പുഴ തന്നെയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് എങ്ങനെ ഈ ബ്രദേഴ്സ് ലോഡ്ജ് എന്ന് പറയുന്ന ഹോട്ടലിൽ റൂമെടുത്ത് ഇരുത്തിയിരിക്കുക അങ്ങനെ. അപ്പം ഇങ്ങനെ ഈ ചാത്തനേർ കഥ വന്നു. അത് ഫാസിൽ സാറുമായിട്ട് കൂടി ചാത്തനേർ അങ്ങനെ വർദ്ധിപ്പിച്ച് ഈ ഒരു അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയല്ലേ, അങ്ങനെ അതൊരു മാനസിക രോഗമാണ്, ഒരു മനോരോഗമാണ്. അത്
ഇങ്ങനെ കഥ ആക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കഥ. അപ്പം ആ 3.5 കൊല്ലത്തെ അവരുടെ ആ പ്രയത്നം എഴുത്തുകാരൻ്റെ അദ്ദേഹം എഴുതി ചുരുട്ടിക്കൂട്ടി കളഞ്ഞ കടലാസ്, ഒരുപാട് കടലാസുകൾ എഴുതും. രാവിലെ വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഫാസിൽ സാർ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം 7 മണിയൊക്കെ ആയിട്ട് വരുമ്പോൾ കടലാസ് കിടന്ന് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അതേപോലെ ചുരുട്ടി. മധുവേ ഇത് ശരിയായില്ല, അത് വേറെ ഒന്നും എഴുതാൻ പറയും ആണല്ലേ. അങ്ങനെ മധു ഒന്ന് എഴുതി. പിന്നെ മധു അത് ഇങ്ങനെ പോകണം ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയും. അപ്പോൾ മാഷെ നമുക്ക് മാറ്റാൻ പറയും. മധു വളരെ പോസിറ്റീവ് എനർജിയുടെ ആളാണ് മധു. ഇപ്പോൾ എത്ര എഴുതിയിട്ട് അത് ശരിയായില്ല പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊരു വിഷയമില്ല, വിഷയമുള്ള കാര്യമേ ഇല്ല. അയ്യോ ഞാനിതിപ്പോൾ ഒരാഴ്ചയായിട്ട് അതല്ല മാഷെ നമുക്ക് വേറെ രീതിയിൽ ക്യാരക്ടറെ വേറെ രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ 3.5 വർഷത്തെ അവരുടെ പ്രയത്നം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അടിപൊളി. മധുമുട്ടൻ സാറ് ചാത്തനേർ എന്നുള്ള കോൺസെപ്റ്റാണ് ആദ്യം പറയുന്നത്. ചാത്തനേർ എന്ന് പറയുമ്പോൾ ഒരു അയലോക്കത്തെ വീട്ടിലേക്ക് ഒരു കല്ലിങ്ങനെ വരുന്നു, അപ്പോൾ വീട്ടുകാർ ചാത്തനെറിയുന്നു. അതാണ് എൻ്റെ ത്രെഡ്, അവിടെ നിന്നാണ് പിടിക്കുന്നത്. പിന്നെ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒക്കെ പിന്നെ എപ്പോഴാണ് അത് വന്നത്? അല്ല, ചാത്തനേർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എറിയുന്നുണ്ടല്ലോ, ആ വ്യക്തി നോർമലായിട്ട് എറിയുന്നതല്ലോ. ഓക്കെ. അതെങ്ങനെ വരുമ്പോൾ ഫാസിൽ സാർ ഇത് ഈ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതിൽ നിന്ന് പുള്ളി ഉരുത്തിരിഞ്ഞിട്ടാണ് ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ദ്വന്ദ്വ വ്യക്തിത്വം എന്നുള്ളത്. അതൊരു ഈ ചാത്തനേർ ഒരു ദ്വന്ദ്വ വ്യക്തിത്വമാണ്. അത് ശരി. ഏതോ മനുഷ്യനെ എറിയുന്നതാണ്. ആ എറിയുന്ന വ്യക്തി അതറിയില്ല. ഇതിലിപ്പോൾ ശോഭയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഈ ഗ്ലാസ് ഉറഞ്ഞു ഓടിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തി അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് ആ വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് മാറുക. ആ മണിക്കൂർ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാകില്ല. അതാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എഴുത്തിൻ്റെ? എല്ലാ ദിവസവും സാറും ഫാസിൽ സാറും ഈ ബ്രദേഴ്സ് ഹോട്ടലിൻ്റെ 19 നമ്പർ റൂമിൽ പോകുമായിരുന്നോ? അതായത് രാവിലെ വരുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നോക്കിയിട്ട് പോകും. പിന്നെ വരുമ്പോഴും വരും. ഷൂട്ടിംഗ് ഇല്ലാത്ത കണ്ടിന്യൂസ് ഷൂട്ടിങ്ങില്ലല്ലോ, ഒരു മാസം ഇടയ്ക്കിടയ്ക്ക്. അതിന് ഈ 3 കൊല്ലം കൊണ്ട് വേറെ 1-2 സിനിമകൾ ഞങ്ങൾ വേറെ ചെയ്തു. കറക്റ്റ്. ആ സമയത്ത് പിന്നെ ഫ്രീ കിട്ടുമ്പോഴൊക്കെ സാർ അവിടെ വന്നിരിക്കും, ഇങ്ങനെ സംസാരിക്കുന്നു. പതുക്കെ അങ്ങനെ വന്നൊരു കഥയാണ്. പെട്ടെന്നൊരു കഥ എഴുതി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയൊരു കഥയല്ലത്. ആ 3 വർഷത്തിലാണ് നകുലനും ഗംഗയൊക്കെ ഡെവലപ്പായി വന്നത്. ഗംഗയും ഈ മാടമ്പള്ളി ഇതൊക്കെ ഇങ്ങനെ വരുന്നത് അവരുടെ മനസ്സിൽ കൂടി. അത് അവർ രണ്ടുപേരുടെയും കൂടെ ഒരു ക്രിയേഷനാണത്. റീ റിലീസ് ആവുന്നു എന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലെന്തായിരുന്നു? റീ റിലീസ് ആകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ 4K സംവിധാനവും ആ കളർ, ഞാൻ ഈ റീ റിലീസായ അല്ലാത്ത ഈ 4K സംവിധാനം ചെയ്ത സിനിമയുടെ ഫൈനൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മദ്രാസിൽ ശോഭനയുടെ കൂടെ ഇരുന്ന്, ശോഭനയ്ക്ക് സിനിമ കാണണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ശോഭന പറഞ്ഞു എനിക്ക് ആ സിനിമയൊന്ന് കാണിക്കാമോ ചോദിച്ചാൽ ഒക്കെ തീർച്ചയായിട്ടും കാണിക്കാം. എന്നിട്ട് മൂപ്പത്തി മദ്രാസിലാണല്ലോ, മദ്രാസിൽ പോയിട്ട് ആ 4 ഫ്രെയിംസ് തിയേറ്ററിൽ മൂപ്പത്തിക്ക് വേണ്ടിയിട്ടൊരു സിനിമ ഇട്ടു. പുള്ളിയും ശോഭനയുടെ ഒരു 10-50ഓളം ഗസ്റ്റുകളൊക്കെ വന്നു. എന്ത് പറഞ്ഞു? അവർക്ക് ഭയങ്കര ശോഭന അവസാനം എമോഷണലായിപ്പോയി. ശോഭന പറയണത് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മരിച്ചുപോയ തിലകൻ ചേട്ടൻ, പപ്പേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, KP സി ചേച്ചി ഇവരെ കാണുമ്പോഴത്തേക്കും ശോഭന അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങി എൻ്റെ അടുത്ത് വരുന്നത്. എന്നിട്ട് എനിക്ക് പറഞ്ഞു, സാർ ഞാൻ ഭയങ്കരമായിട്ട് എമോഷനായിപ്പോയി, എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതായത് അവരൊക്കെ ഒരുമിച്ചിങ്ങനെ ഇതല്ല, അവരെയൊക്കെ വീണ്ടും ഇങ്ങനെ അവരുടെ ശബ്ദം കേട്ടവർ വരുമ്പോൾ പിന്നെ ശോഭനയുടെ ഒരു അസാധ്യമായൊരു പ്രകടനമാണല്ലോ അതിൽ കാഴ്ചവെച്ചത്. നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയല്ലേ, ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ഇന്ത്യ 1993. കറക്റ്റ്. അതുപോലെ സിനിമ ദ മോസ്റ്റ് പോപ്പുലർ മൂവി ഇൻ ദി ഇന്ത്യ 1993. അതായത് കലാമേന്മയ്ക്കും ജനപ്രീതിക്കുമുള്ള നാഷണൽ അവാർഡ്. പിന്നെ കണ്ടിന്യൂസ് 366 ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ റെഗുലർ ഷോ. സാധാരണ നോൺ ഷോ പോലെ വലിച്ചു നീട്ടത്തില്ല, റെഗുലർ ഷോയാണ്. അതായത് ഒരു തിയേറ്ററിൽ ഒരു 2 ദിവസം ആളില്ലെങ്കിൽ, നമ്മളൊരു ഹോൾഡ് എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ആളില്ലെങ്കിൽ സിനിമ തിയേറ്ററുകാർ നിർത്തിക്കളയലെന്ന് അവർ നിർത്താൻ നിർബന്ധിതരാരും. ഇത് തുറന്നു വെച്ചിട്ട് ആൾ ഇല്ലാണ്ട് സിനിമ ഓടിക്കാൻ പറ്റുമോ? അന്ന് 365 ദിവസം ആളുണ്ടായിരുന്നു. 366 ദിവസം റെഗുലർ ഷോ. ഒരു 300-320 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഈ പടം ഒന്ന് ഹോൾഡ് ഓവർ ആകുന്നത്. ഇപ്പം 4 ഷോ അല്ലേ, 4 ഷോയ്ക്ക് 3 മണിയുടെ മാറ്റിനിക്കൊന്നും 3 മണിയാകുമ്പോഴത്തേ ഒരു 2-2:30 വരെ ആളൊന്നും കാണിയില്ല കോമ്പൗണ്ടിൽ. അപ്പോൾ അവർ വിചാരിക്കും ഇന്നിപ്പോൾ ആൾ കുറവായിരിക്കും. 3 മണിയാകുമ്പോൾ തിയേറ്റർ ഫുള്ളായിരിക്കും. ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവർ പറയും ഇത് എവിടെ നിന്നാണ് ഈ സ്ത്രീകളും ഇവരൊക്കെ കൂടി ഇരച്ച് കയറി വരുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒന്ന്
11 മണിക്കാണെങ്കിൽ ഷോ 10:30 ഒരാളെ കാണും. ഇന്ന് കുഴപ്പമായിരിക്കുമല്ലോ സിനിമ പോകും. 10:30 ആകുമ്പോഴത്തേക്കും തിയേറ്ററിൽ എന്നും വരും ആള്. ഇത് എവിടുന്ന് വരുന്ന അറിയത്തില്ല. ബോംബെയിൽ DDLJ ഓടിച്ച പോലെയാണോ? അതെ ഇതൊക്കെ ഓടുന്ന പോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ആ സിനിമ ഷോലയൊക്കെ 500. ഷോല വെച്ചാൽ കമേഴ്ഷ്യൽ സിനിമയുടെ മാക്സിമം സിനിമയാണ് ഇത്. അങ്ങനത്തെ ഒരു അടി തോക്ക് പിച്ചാത്തിയുള്ളൊരു കമേഴ്ഷ്യൽ സിനിമയല്ല, അങ്ങനത്തെ സിനിമയല്ലല്ലോ. ഇതിൽ കമേഴ്ഷ്യൽ ഫോർമുല ഉണ്ട്, പക്ഷേ ഇതൊരു വേറെ ഇതൊരു ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് എന്താണ്? കഥ സണ്ണി എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നതാണ് അല്ലേ? ഈ കഥ എങ്ങനെയാണ് ഫാസിൽ സാർ വന്ന് സാറോട് നരേറ്റ് ചെയ്യുന്നത്? കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെ കഥ പറയല്ലോ. നമ്മൾക്ക് ഓരോ ദിവസവും 2 ലൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വലിയൊരു കെട്ടിടം ഉണ്ടാക്കണം, ഒരു കല്ല് വെക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അറിയാം. അറിയാമല്ലോ. ഇത് ലാലേട്ടനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുവിട്ടായിരുന്നു. മോഹൻലാലിൻ്റെ അടുത്ത് ഫാസിൽ സാറ് ഇതാണ് ക്യാരക്ടർ, ഒരു ഇതാണെന്ന് പറയുള്ളൂ. പിന്നെ ലാലിനറിയാം. അത് പാച്ചിക്കും ലാലും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു ആത്മബന്ധമല്ലേ. ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ വേഷമാണ് ലാലേന്ന്. ഓക്കെ അറിയാം. പിന്നെ വായിക്കുമ്പോൾ അതിൻ്റെതായ ഈ ഹ്യൂമറും കാര്യങ്ങളും ഇതൊക്കെ ഫാസിൽ സാറിൻ്റെ ഒരു കാണിച്ചു കൊടുക്കലും ഒക്കെ ഉണ്ട്. അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വരുന്നതല്ല. റീ റിലീസിന് പ്രൊഡ്യൂസർ ഒരുപാട് കാശ് ഇറക്കണം. 1 കോടി രൂപകളാവും ആണല്ലേ മൊത്തം. പടം ഇറക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാശാകും. അല്ല പടം അന്ന് അത് ശരിയാ. 1 കോടി രൂപ. അത് ചോദ്യം കേട്ടോ. അന്ന് കറക്റ്റ് 31 വർഷം മുമ്പ് ചിലപ്പോൾ അത്രയും പൈസ ആയിട്ടില്ല. ഓർക്കുന്നുണ്ട് അന്നത്തെ ബഡ്ജറ്റ് സാറ്? അത് നിങ്ങൾ തെരുതെരെ സിനിമയല്ലേ, ആണ്ടിൽ 5-6 സിനിമയല്ലേ. ഗോഡ് ഫാദർ, മണിച്ചിത്താഴ്, പിന്നെ ആ സമയത്ത് എൻ്റെ സൂര്യപുത്രിക്ക്, ഇനി ഹരികർണർ, പപ്പയുടെ സന്താപ്പൂസ്, ഇങ്ങനെ സിനിമകൾ പോലും. അങ്ങനെ ഒരു സിനിമയുടെ ബഡ്ജറ്റ് നമ്മൾ ഓർത്ത് വെക്കൂല. ഓർത്ത് വെക്കില്ല. എന്നാലും ബഡ്ജറ്റും കളക്ഷനൊന്നും ഓർത്ത് വെക്കില്ല. കളക്ഷൻ ഓർക്കൂലേ? കളക്ഷനൊക്കെ അറിയാൻ. അത് അന്ന് വരുമ്പോൾ പിന്നെ ഇത് ഇന്നത്തെ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന പോലെ അന്ന് എന്തായിരുന്നു? ഇങ്ങനത്തെ പുതിയ കണ്ടുപിടുത്ത 100 കോടി ക്ലബ്ബിൽ നിന്ന് വർത്താനമൊന്നുമില്ലല്ലോ. അന്ന് പരമാവധി പോയാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല അന്നത്തെ വെച്ചാൽ ഇത്ര ദിവസം ഓടി, 50 ദിവസം ഓടി, 100 ദിവസം ഓടി, ആ ദിവസം മാത്രമേ പറയാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ കണക്കുമായി പിന്നെ വേറെ. അതായത് മലയാളത്തിൽ 4 സിനിമകളാണ് ഒരു വർഷത്തിൽ കൂടുതൽ ഓടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷം കൂടുതൽ. ഒന്ന് ചിത്രം 366 ദിവസമുണ്ട് ചിത്രം. ഓക്കെ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഓക്കെ. പിന്നെ ഗോഡ് ഫാദർ, മണിച്ചിത്രത്താഴ്. ഈ 4 സിനിമയേ ഉള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞ്. ഗോഡ് ഫാദർ 405 ദിവസം. പക്ഷേ ഗോഡ് ഫാദർ 4 ദിവസം 366 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നൂൺ ഷോ ഒക്കെ കളിച്ചിട്ട് അങ്ങനെ വന്നത്. പക്ഷേ തിയേറ്ററുകാരെ പ്രിൻ്റൊക്കെ തരുന്നില്ല, ഒരു ഷോ കളിക്കാനായി. ഇത് 366 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേണേൽ ഒരു നൂൺ ഷോ. ഞാൻ പറഞ്ഞു മതി, നമുക്ക് റെക്കോർഡ് എത്തിയില്ല. അന്ന് പ്രേക്ഷകർ തിയേറ്റർ റിലീസ് കഴിഞ്ഞുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതായത് ഈ തിയേറ്റർ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ഡേ ഒരു ഭയങ്കര ഒപ്പീനിയനും ആദ്യം ഇറങ്ങി അയ്യോ ഇതൊരു കൊല്ലം ഓടുന്നൊന്നും ഒരുത്തരും പറഞ്ഞിട്ടില്ല. തരക്കേടില്ല, കൊള്ളാം, നല്ല സിനിമയാണല്ലോ. എന്നിട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ പറയും എനിക്കതങ്ങനെ മുഴുവനും ഇങ്ങോട്ട് ദഹിച്ചില്ല, മനസ്സിലായിട്ടില്ല. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഒരു ഉറച്ച അഭിപ്രായം ഇത് ഭയങ്കര സിനിമ അങ്ങനെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ഒന്നുകൂടെ ഇന്ന് കാണണമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയാം. രണ്ടാമത് പോയി കാണുമ്പോഴാണ് ഓഹോ ഇതിപ്പോഴാണല്ലോ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു പാർട്ടി 200 ദിവസം വരെ കണ്ടതെന്നും പറഞ്ഞ ഒരു ഡോക്ടറായല്ലോ. അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ വാർത്ത. അയാൾ MBBS പഠിക്കാൻ മനുഷ്യൻ. അയാൾ എന്നിട്ട് സൈക്കാട്രിക് ഡോക്ടർ ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യുക. നല്ല പ്രശസ്തനായ ഡോക്ടറാണ് അയാളുടെ കേരളത്തിൽ വന്നിട്ട്. അയാൾ ഈ സൈക്കാട്രിക് ഡോക്ടറാകാൻ കാരണം ഈ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം പറയണത് ഈ മോഹൻലാലിൻ്റെ നമ്മളിങ്ങനെ ഈ ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കമന്ന് നോക്കുക, അതൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണത്. അതായത് ഈ കഥയിൽ തന്നെ നമുക്കറിയാം മോഹൻലാലിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്നത് നകുലൻ സുഹൃത്തായ സണ്ണിനെ വിളിച്ചു വരുന്നത്. സണ്ണിക്ക് വരുമ്പോൾ ആർക്കാ പ്രശ്നമെന്ന് അറിയത്തില്ലല്ലോ. ഇത് ഇവർക്കും അറിയത്തില്ലല്ലോ. അവർക്കൊരു വ്യക്തിക്ക് പ്രശ്നമുണ്ടെന്ന് ഈ എന്നെ നകുലം പറയുന്നില്ല, ആരും പറയുന്നില്ല. വീട്ടിൽ കുറേ പ്രശ്നമുണ്ട്, വീട്ടിലിങ്ങനെ കല ഉടയ്ക്കുന്നു, ഇതാവുന്നു, മൊക്കം വീട്ടിൽ പ്രശ്നമുണ്ടെന്നില്ല അറിയത്തില്ല. അപ്പോൾ ചികിത്സിക്കാനാണല്ലോ ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് രോഗം എന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ രോഗം എന്ന് കണ്ടുപിടിക്കാനാണ് അയാൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നതും ഈ മുറി തോന്നുന്നു. അപ്പോൾ രോഗം എന്താണെന്ന് പിടുത്തം കിട്ടി. രോഗം ഈ
ഗംഗയ്ക്കാന്ന് അറിയാൻ നമ്മൾ ഗംഗനെ തൊട്ടാൽ ഗംഗ വയലൻ്റായി പോകും. അതാണ് ഗംഗയ്ക്കല്ലാന്ന് ഗംഗയുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ആ പ്രേതം നമ്മൾ പറയുന്ന അല്ല സങ്കല്പിക്കുന്ന ആ വ്യക്തിക്കുള്ള ലക്ഷ്യം എന്താണ്? ഒരാളെ കൊല്ലണം. അതാ പഴയ പഴങ്കഥയിൽ അയാളെ കൊല്ലണം. അയാൾ ആരാണ്? സുരേഷ് ഗോപിയാണ്. അപ്പോഴേ ആ കൊന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത് എത്തണം. അപ്പോൾ അതിലേക്ക് എത്തിക്കുകയും ഈ വ്യക്തിയെ എത്തിക്കുകയിലുള്ള ആ മോഹൻലാലിൻ്റെ ആ കാര്യങ്ങളാണ്, ഈ ഡോക്ടർ സണ്ണിയുടെ കാര്യങ്ങളാണ് മോഹൻലാൽ ഇങ്ങനെ ചെയ്തതും. അത് വളരെ സയൻറ്റിഫിക് ആണെന്നാണ് ഈ ഡോക്ടർ പറയണത്. ഫാസിൽ സാറ് പല സൈക്കോളജിസ്റ്റ് ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്തത്. അതാണ് ഈ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഇൻട്രസ്റ്റ് തോന്നാനും കണക്റ്റായത്. ഡോക്ടർ അത് പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെല്ലാ തിയറികളും കറക്റ്റാണ്, ശരിയാണ്. ഈ വ്യക്തിക്ക് ഒരാളെ കൊല്ലാണ്ട് ഒരിക്കൽ പോലും ഇതിനെ ഇറക്കി വിടാൻ പറ്റില്ല. മരുന്ന് കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ സണ്ണി പറയുന്നില്ലേ, ഗംഗയായി പോവും, വ്യക്തിത്വം ഇല്ലാത്ത. പക്ഷേ അത് വേരോടെ പറിച്ചെറിയണമെങ്കിൽ ആ ഉപബോധ മനസ്സിന് തോന്നണം ഒരാളെ, ആ ശത്രുവിനെ തൃപ്തിയാകണം, ആ അപര വ്യക്തിത്വത്തിന് തൃപ്തിയാകാനാണ് ഇതൊക്കെ ചെയ്തതും. അതാണ് ഒരു ഫാസിൽ സാറിൻ്റെ ഒരു ബുദ്ധിയും ആണ് ആ സ്ക്രിപ്റ്റിൽ. ഒരു ബുദ്ധി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കഥ എന്താണ്? ഒരു രോഗിനെ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത്. അപ്പോൾ രണ്ടാമതും മൂന്നാമതും കാണുന്നവർക്കാണ് ഓഹോ ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണല്ലേ, അപ്പോൾ അവർക്ക് ഒന്നുകൂടി അപ്പോൾ രണ്ടാമത് കാണുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നില്ല. ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ 2 ആയിട്ട് മണിച്ചിത്രത്താഴ് പോളിങ്ങിൽ വന്നിട്ടുണ്ട്, IBNൻ്റെ. അപ്പോൾ ആ സിനിമയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകണത്. മണിച്ചിത്രത്താഴിൻ്റെ താഴ് നമ്മൾ തുറക്കാൻ പോകണം. ഇത് സ്പെഷ്യൽ റൗണ്ടാണത്. അപ്പം ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെ ആ സ്റ്റാറിനെയും പറയാം. അപ്പോൾ സാറിന് ഓർമ്മ വരുന്ന മണിച്ചിത്രത്താഴ് മെമ്മറി എന്താണെന്ന് പറഞ്ഞായിരുന്നു. ലാലേട്ടനെ തന്നെ തുടങ്ങാം നമുക്ക്. മോഹൻലാൽ, ഡോക്ടർ സണ്ണി, പ്രാന്തൻ ഡോക്ടർ. അപ്പോൾ ക്യാരക്ടറിൽ കയറാൻ സമയം എടുത്തായിരുന്നു ലാലേട്ടൻ? അങ്ങനെ തന്നെ ആയിരുന്നോ? ഇല്ല, ലാലേട്ടനും പാച്ചിക്ക് നല്ല ഒരു ഇതല്ലേ. പുള്ളി ഒരു വട്ടൻ രീതിയിൽ തന്നെയാണല്ലോ. അത് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങ് പറഞ്ഞു കൊടുത്തല്ലോ. ഈ ഫാസിൽ സാറും മോഹൻലാലും ഭയങ്കരം രണ്ടുപേരും കോമഡി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള, അതായത് ലാലിനോട് ഫാസിൽ ലാലങ്ങ് ഇളകി ചെയ്യാന്ന് പറയല്ലേ, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഇളകി ചെയ്യാം, അങ്ങനെ ഇളകി ചെയ്തതാണ് അത് പാച്ചിക്കയുടെ നിർദ്ദേശം. അടുത്ത് ശോഭന, ഗംഗ. ശോഭന അന്ന് 23 വയസ്സാന്ന് കേട്ടിട്ടുണ്ട് നമ്മള്. അതെ. ശോഭന എന്ന് പറഞ്ഞാൽ ശോഭന മാം ഒരു ഇൻ്റലിജൻ്റ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതിൻ്റെ മാക്സിമമാണ്. ഒരു ഡയറക്ടർ ഒരു സാധനം ഡയലോഗ് പറഞ്ഞാൽ അങ്ങ് കാന്തശക്തി പോലെ ഗ്രാസ്പ് ചെയ്ത് അങ്ങ് വലിച്ചെടുക്കും. ഫാസിൽ സാർ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അത് ഇങ്ങോട്ട് പകർത്തിയിട്ട് കാർബൺ കോപ്പിൽ പകർത്തിയിട്ട് അതൊരു 10 മടങ്ങായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒറ്റ ഷോട്ട് മതി. അത് വന്നിങ്ങനെ നിൽക്കുന്നതന്നെ റെഡി എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ സ്റ്റാർട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. അത് വേറൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഒരു നാഗവല്ലി കയറുകയാണ് അതിലേക്ക്, അഭിനയത്തിൻ്റെതായ ഒരു നാഗവല്ലി. അതൊരു ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ അവാർഡ് കിട്ടിയില്ലോ, ഇൻ്റർനാഷണൽ സിനിമയിൽ നാഷണൽ അവാർഡ് കിട്ടി. അത് ഒരു അപാര ഇൻ്റലിജൻ്റ് ആർട്ടിസ്റ്റാണ്. ഒരു മുறை വന്ന് പാർത്ത ആ പാട്ട് എഡിറ്റ് ചെയ്യുമ്പം ശോഭനനെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, ശരിയാണോ? അപ്പോൾ ഡാൻസ് മൂവ്സ് ആയതുകൊണ്ടാണ്. അതെ. ആ ഡാൻസിൻ്റെ ഈ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്നതൊക്കെ ഫാസിൽ സാർ കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ കുനിഞ്ഞ അതൊക്കെ ഫാസിൽ സാറിൻ്റെ സ്റ്റെപ്പാണ് അതൊക്കെ. ശരിക്കും ഡാൻസ് മാസ്റ്റർ സ്റ്റെപ്പ് അല്ലത്, എന്നെ കണ്ണുകൊണ്ടേ നേരിട്ട് കണ്ടതാണ്. ഡാൻസ് മാസ്റ്റർ ഉണ്ട്, ഡാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഫാസിൽ സാർ കാണിച്ചു കൊടുക്കുന്ന അതൊക്കെ. ഡാൻസ് പറയാ ഫാസിൽ സാറിന് അറിയാൻ മേലത്തൊന്നുമില്ല. ഡാൻസ് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു കൊടുത്തു. ഡാൻസ് അറിയാം. ഒരു സർവകലാ വല്ലഭനല്ലേ അദ്ദേഹം. അപ്പോൾ അത് ഡയറക്ടർ കയ്യിൽ നിന്ന് ഇട്ടാണ്. പിന്നെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ആ ശോഭന ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതേപോലെ ഫാസിൽ സാർ ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങോട്ട് മാറി സാർ എന്ന് പറഞ്ഞ് ശോഭന അങ്ങ് ഇറങ്ങിക്കളയും. ശോഭനയ്ക്കും മോഹൻലാലിനൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ യാതൊരുവിധ സങ്കോച കാര്യങ്ങളും അങ്ങോട്ട് ഇറങ്ങിയേക്കും, അങ്ങോട്ട് കുളിച്ചിറങ്ങാന്ന് പറയല്ലേ. അത് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയിരിക്കും, രണ്ടാമത് അതിന് വേണ്ടിയിട്ട് നോക്കേണ്ട കാര്യമില്ല. തിലകൻ ചേട്ടനിലേക്ക് പോവാം. തിലകൻ സാറിൻ്റെ ഓർമ്മകൾ എന്താണ് മണിച്ചിത്രത്താഴ് മെമ്മറി? തിലകൻ ചേട്ടൻ ഒരു നാടൻ ലുക്കിലുള്ള ഒരു ശക്തിയുള്ള ഒരു
കഥാപാത്രമാണ് നാടൻ. തിലകൻ എനിക്ക് അതിനേക്കാൾ എനിക്ക് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കല്ല ഈ ഗോഡ് ഫാദറിലെ ആ ഗേറ്റ് തിലകൻ എനിക്കൊരു എല്ലാവരും ഒരു അത്രമേൽ ഇഷ്ടംപ്പെട്ട ഒരു അതികായകനായ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫാസിൽ സാർ തിലകൻ മറ്റേ നമ്പൂരി എന്ന് പറയുമ്പോഴൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇയാൾ. പക്ഷേ അയാളൊരു ആ ഫാസിൽ സാറിൻ്റെ ആ ഡയലോഗും ആ കൺസെപ്റ്റിലും അദ്ദേഹം അത് പറയുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് അഭിനയിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയത്. എനിക്കിങ്ങനെ തോന്നിയത് ഇയാൾ ഒരു നാടൻ മനുഷ്യൻ്റെ ഇദ്ദേഹം ഒരു മോഡേൺ ഡോക്ടർ അത് എങ്ങനെ വരും എന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഷൂട്ടിങ് എടുത്തപ്പോഴൊക്കെ നമുക്കതിൽ കറക്റ്റാണല്ലോ. എഴുതിയപ്പോഴേ തിലകൻ സാറാണ് ഫിക്സ് ചെയ്തത്. പിന്നെ നമ്മളൊന്ന് ആലോചിക്കുക, അതിന് പകരം വേറൊരു മലയാളത്തിലെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതാണ് സിങ്ക് ആകുക എന്ന് പറയുക. അതങ്ങോട്ട് ചേരേണ്ടതല്ലേ. ഇന്നസെൻ്റ് നമ്മൾ ലേശം ജാതി ഒരു ക്രിസ്ത്യാനി മനുഷ്യനല്ലേ, സാധാരണ മാന്നാർമത്തായി ആപ്റ്റാണ്. ഇയാൾ അസ്സല മറ്റേ ചന്ദനക്കുറിയൊക്കെ നോക്കുമ്പോൾ അസ്സലൊരു സംബന്ധക്കാരൻ, കൃത്യമായ സംബന്ധക്കാരല്ല. അത് മുഖം നോക്കിക്കേ ഇല്ലേ, കൃത്യമായ സംബന്ധം. അത് വേഷപ്പകർച്ച. അതൊരു ആർട്ടിസ്റ്റിൻ്റെ അത് എങ്ങനെ കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കിയ പോലെ ഇരിക്കുന്നില്ല. ഇന്നസെൻ്റ് ഏട്ടൻ അത് കണ്ടു നോക്കി. ഒരിക്കലും ഇന്നസെൻ്റ് ഏട്ടൻ വേറെ രീതിയിലാണ് അത് ചെയ്ത്. അതാണ് ഒരു ആർട്ടിസ്റ്റ്. ലളിത ചേച്ചി ആ മാടമ്പിളിയിലെ ആ കഥ പറയുന്ന ആ സീനൊക്കെ ലളിത ചേച്ചിയുടെ ഒരു ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്, ഒരു മാസ്മരികതയുണ്ട് ലളിത ചേച്ചിയുടെ ശബ്ദക്ക്. ഒരു നാടനും ഒക്കെ കൂടെ ഒരു പ്രത്യേക ഒരു ഗംഭീര ആർട്ടിസ്റ്റ് എന്നല്ലാതെ എന്താ പറയുക, ലളിത ചേച്ചി അല്ലാതെ ആ വേഷം ചെയ്യാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആര് ചെയ്താലും ഇത്രയും. പിന്നെ ഈ ലളിത ചേച്ചി ഇന്നസെൻ്റ് ഏട്ടൻ ഭാര്യയും ഭർത്താവും അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷനാണത്. ലളിത ചേച്ചിയുടെ ലാലേട്ടനും ലളിത ചേച്ചിയുള്ള ബാത്റൂം സീനില്ലേ, അതിൽ ലളിത ചേച്ചി ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഇല്ല. ലളിത ചേച്ചിയുടെ ആവശ്യമില്ല, ശബ്ദം മാത്രമല്ല. ഡബ് ചെയ്യാൻ വരുമ്പോൾ ലളിത ചേച്ചി ഡബ് ചെയ്തില്ലല്ലോ. എന്നോട് പറയേണ്ട എന്തിനാ ചൂടായി കേട്ട്. സത്യം അത് ഫാസിൽ സാറിൻ്റെ കോമഡി കേട്ടോ. അദ്ദേഹമാണ് ആ കോമഡി. എനിക്ക് ആ കോമഡി ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ട് ഇങ്ങനെ ഇത് പറയുമ്പോഴൊന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എടുത്ത് ഡബിങ് എനിക്ക് കറക്റ്റായിട്ട് അതെനിക്ക് മനസ്സിലാവുന്നത്. അപ്പം എനിക്ക് അന്നേ മനസ്സിലായി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ഒരു കള്ളം പറയാൻ പാടില്ലല്ലോ. അതപ്പോൾ എന്താ ആ സീൻ പറയാൻ എന്താ? അപ്പോൾ അത് ഫാസിൽ സാറിന് ചില ഗിമ്മിക്കുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതല്ലേ പുള്ളിക്ക് അറിയാതെ. പക്ഷെ അത് ഡബ്ബിങ് ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ഡബ് ചെയ്യില്ലെന്ന് പറഞ്ഞോ ലളിത ചേച്ചി? ലളിത ചേച്ചി പറയുന്നത് അതല്ല, അതില്ലല്ലോ, അതല്ലേ, അത് വേണ്ടല്ലോ, അവിടെ വോയിസ് മാത്രമല്ലേ ഉള്ളൂ. അത് ഫാസിൽ സാറിൻ്റെ ബുദ്ധി അത്. ഓക്കെ. പപ്പു ചേട്ടനെ നോക്കി. പപ്പു ചേട്ടന് പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട അയലോക്കാണ് കുരുവട്ടം പപ്പു, കോഴിക്കോടല്ലേ എൻ്റെ വീടിൻ്റെ. അന്ന് ഞാൻ അവരുടെ അടുത്താണ്. പപ്പേട്ടൻ അതല്ലാതെ വേറെ ഒരു ആർട്ടിസ്റ്റ് അതിനുണ്ടോ ചെയ്യാൻ? ഇല്ല. പേട്ടൻ അതെന്തിനാണ് ഈ പ്രാന്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അത് കഥയ്ക്കൊരാവശ്യമാണ് ആ സാധനം. അതായത് ഒരു സീരിയസ് ആയ ഒരു ട്രീറ്റ്മെൻറ്റാണ് അവിടെ നടക്കുന്നത്. അതിനെ ലൈറ്റായിട്ട് കോമഡിയാക്കി കൊണ്ടുപോകാനുള്ള അതും ഡയറക്ടറുടെ വേറെ ഒരു ബുദ്ധിയാണ്. ഡയറക്ടർ ബില്യൻസ് എന്ന് പറയാം. അതിനും ആപ്റ്റാണ് ആ മനുഷ്യൻ. പപ്പേട്ടനല്ലാണ്ട് വേറൊരാളെ വെച്ച് ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപി പിന്നെ പൂവിനുതി പൂന്നലിൽ എൻ്റെ സൂര്യപുത്രിക്കൊക്കെ മുതൽ ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു കക്ഷിയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി വന്നപ്പോൾ PVCയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു. നമ്മുടെ PVCൻ്റെ പറഞ്ഞോ റീ റിലീസ് ആകാൻ പോണ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ റീലിൽ ഞാനിങ്ങനെ മണിച്ചിത്രത്താഴ് രണ്ടാമത് നമ്മൾ കൊണ്ടുവന്ന കല്യാണത്തിന് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സുരേഷ് നമ്മൾ കല്യാണത്തിന് പുള്ളി എന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങനെ പോയി എന്നെ അകലെ കണ്ടതേ പുള്ളി ഇറങ്ങി വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വന്നു. നാഗവല്ലൻ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. നാഗവല്ലൻ ഞങ്ങൾ ചിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാൻ പറഞ്ഞു നമ്മുടെ സിനിമ രണ്ടാമത് നമ്മളിങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കും അപ്പം ചേട്ടാ, അതിനൊക്കെ കാശ് ചിലവാക്കണ്ട. ഞാൻ കാശ് ചിലവാക്കാണ്ട് പിന്നെ നടക്കുക സുരേഷ് ജി, നമ്മളത് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. എപ്പോഴത്തേക്കാകും? ഞാൻ പറയും എപ്പോഴത്തേക്കാണെന്നില്ല, ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ മന്ത്രിയായതിനു ശേഷം കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് PVCയുടെ വീട്ടിലുണ്ട്, അതിൽ വരാമെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ രാവിലെ PVCയുടെ വീട്ടിൽ പോയി. അപ്പോൾ കണ്ടു. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ബൈറ്റൊക്കെ തരണമെന്നൊക്കെ പറഞ്ഞു. എപ്പോൾ വേണേൽ തരാം വീട്ടിൽ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് സന്തോഷിച്ചു. പുള്ളിക്ക് അതായത് പുള്ളിയെ സ്ത്രീകളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോയിട്ട് ശീലിക്കുന്നു പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊരു ഒരു ഭാര്യയോടുള്ള ഒരു ഭർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ മാക്സിമം. അതൊക്കെ ഒരു കമേഴ്ഷ്യൽ എലമെൻ്റാണ്, ഒരു ഫാമിലിക്ക് ഒരു കമേഴ്ഷ്യൽ എലമെൻ്റാണ്. അത് അതേ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലൈമാക്സ് സീനിൽ ഡമ്മി തിരിക്കുന്ന സുരേഷ് ഗോപി സാറാണ് സജസ്റ്റ് ചെയ്തെന്ന് ഫാസിൽ സാറിന് അവിടെ ഒരു ബുദ്ധി കിട്ടണം, ഒരു ബ്രെയിൻ ലോജിക്ക് ആകണം, കൊല്ലണം. അതിങ്ങനെ ഫാസിൽ സാറ് ഇങ്ങനെ ആലോചിച്ച് ഫാസിൽ സാറിന് വേറൊരു നല്ലൊരു ഗുണം വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടാത്തപ്പോൾ ലാലോട് ചോദിക്കും, അല്ലെ സുരേഷിനോട് അങ്ങനെ സമപ്രായ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. ചിലപ്പോൾ അത് ചില കഥയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം നമുക്കൊക്കെ എന്തും പറയാം, നമ്മൾ പറയുന്ന പൊട്ടത്തരമായിരിക്കും. പക്ഷേ ഈ പൊട്ടത്തരത്തിൽ നിന്ന് പുള്ളി വേറെ കാര്യം പിടിക്കും. നമ്മൾ പറയുന്നതല്ല, അതിനപ്പുറത്ത് പുള്ളി ഒരു കാര്യം പിടിക്കും. അപ്പോൾ പുള്ളി സുരേഷിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനിപ്പോൾ നമ്മളിങ്ങനെ കിടത്തിയിട്ട് ഒന്ന് തിരിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിർത്തി കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് പുള്ളി വേറെ രീതിയിൽ കൺസീവ് ചെയ്തിട്ട് സുരേഷ് ഗോപി പറഞ്ഞു തിരിച്ചാൽ മതി എന്നല്ല, മുഖം ഇത് കാണണം, വെട്ടുമ്പോൾ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ വെട്ടുമ്പോൾ കാണാൻ പാടില്ല, ഇങ്ങനെ കാണാൻ തിരിഞ്ഞാൽ പോരെന്ന സംസാരത്തിൽ കൂടി ഇങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷെ അത്രയൊക്കെ കിട്ടിയാൽ മതി. അത്രയൊക്കെ കിട്ടിയാൽ നമ്മുടെ ഡയറക്ടർ അതെല്ലാം തലേ കയറ്റി വെച്ച് ക്ലൈമാക്സ് ഉണ്ടാക്കി പുള്ളി. ഇത് ശരിയാണ്. ഓഡിയനെല്ലാം ഇങ്ങനെ തിരിക്കുന്നു. അവിടെ ഒരുത്തൻ അപശബ്ദം ഉണ്ടാക്കിയാൽ മതി, സിനിമയുടെ തലവര മാറിപ്പോവും. ആരെങ്കിലും ഒരാൾ കൂവിയാൽ മതി. ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയല്ലേ, ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഒരുത്തൻ അപശബ്ദം ഉണ്ടാക്കാന്ന് വിചാരിക്കുക, കൂവാന്ന് വിചാരിക്കുക. കൂവാന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഡിസ്റ്റർബ്. എല്ലാവരും ഞെട്ടിയ സീനാണ് ലാസ്റ്റ് ക്ലൈമാക്സ്. അതാണ് ബുദ്ധി. അതാണ് അതിലേക്ക് ഓടിനെ എത്തിച്ചിട്ട് ഓടിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഓടിനെ അനങ്ങാണ്ട് ഇരുത്തിയിട്ട് അവനെ ഏൽപ്പിച്ച് വിടുക. അതാണ് ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഡയറക്ടർക്ക് സല്യൂട്ട് അടിക്കുന്നത്. നമുക്ക് ഒരാളും കൂടിയുണ്ട്, ഗണേഷ് കുമാർ. ദാസപ്പൻകുട്ടി ഇല്ലേ, ഗണേഷ് കുമാർ പുള്ളി അന്ന് കോമഡി ചെയ്തിട്ട് പിന്നെ ഇപ്പോഴായിരിക്കും ചിലപ്പം കോമഡിയിലേക്ക് തിരിച്ചു വരുന്നത്. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞ പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇത്. സാധാരണ പുള്ളി ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടുതൽ അടിക്കാൻ പോവുക, വില്ലൻ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇരകളൊക്കെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. എത്ര തന്മയത്വത്തോടെ പുള്ളി അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ ഒച്ചയും കാണുന്ന ഞെട്ടലും ഒക്കെ അപാരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് റോളുകൾ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിരുന്നു. ഗണേഷ് കുമാറിൽ എന്നും ഓർമ്മിച്ചിരിക്കാവുന്ന നല്ലൊരു വേഷമാണ് ദാസപ്പൻകുട്ടി. അപ്പോൾ ഇതിൽ ഫാസിൽ സാറാണ് ഡയറക്ടറെങ്കിലും 3 ഡയറക്ടേഴ്സ് വേറെയും ചെറിയ സീനുകൾ എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നവംബർ 1 സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഡിസംബർ 23 ഡിസംബർ 30 സെൻസർ ചെയ്താൽ മാത്രമേ ആ വർഷത്തെ അവാർഡിന് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തീർക്കാൻ വേണ്ടി ഡിസംബർ 31 സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ആ വർഷത്തെ അവാർഡിന് അയക്കാൻ പറ്റുള്ളൂ. ആ വർഷത്തെ അവാർഡിന് അയച്ചാൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണങ്ങൾ പിന്നത്തെ കൊല്ലം അയച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ 60 ദിവസം കൊണ്ട് നവംബർ 1 തുടങ്ങി ചെയ്യണമെങ്കിൽ ഫുൾ ഷൂട്ടിങ് തീരണം, ഡബ്ബിങ് തീരണം, എഡിറ്റിംഗ് തീരണം, റീറെക്കോർഡിങ് തീരണം, മിക്സിങ് തീരണം, പ്രിൻ്റ് അടിക്കണം, സെൻസർ ചെയ്യണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇമ്പോസിബിളാണ്, നടക്കില്ല. പിന്നെ ഒരു ഗുണമുള്ള വെച്ചാൽ ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. ലൊക്കേഷൻ പത്മനാഭപുരം പാലസാണ്. അത് കിട്ടാത്ത കാരണമാണ് ഹിൽ പാലസ് തൃപ്പൂണിത്തുറയിലേക്ക് കുറച്ച് ദിവസം അവിടെ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ഇങ്ങോട്ട് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു പുള്ളിയുടെ സുഹൃത്തുക്കളായ പ്രിയദർശൻ, സിബി മലയിൽ, പുള്ളിയുടെ അസിസ്റ്റൻ്റാണല്ലോ സിദ്ദീഖ് ലാൽ, അവരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് രാവിലെ പുള്ളി ഇവരെ 3 പേരെയും വിളിക്കും ഇങ്ങോട്ട്. ഇത് സിദ്ദീഖ് ലാൽ ഇതെടുക്കുക, ഈ സാധനം ഇന്ന പോലെ പ്രിയനെ വിളിച്ചു, പ്രിയനെ ഇതെടുത്തിട്ട് ഇത് ആ ലൊക്കേഷൻ. അപ്പോൾ അതിന് വേറെ ക്യാമറേനെ വെക്കും. പിന്നെ സിബി പോയിട്ട് ഇത് പോയിട്ട് അത് പോയിട്ട് എടുത്തിട്ട് അതിലേക്ക് എല്ലാ ആർട്ടിസ്റ്റും റെഡിയാണ്. ഈ ആർട്ടിസ്റ്റ് അവിടെ, ഈ ആർട്ടിസ്റ്റ് അവിടെ, ഇതങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിടും. ഷൂട്ട് തീർക്കാൻ വേണ്ടി പാരലൽ ഷൂട്ട് അതൊരു 5-6 ദിവസം അവരുടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരാഴ്ച അവരെടുത്തു. ഒരാഴ്ച പ്രിയനും, ഒരാഴ്ച സിദ്ദീഖും, ഒരാഴ്ച സിബിയും ചെയ്യുമ്പോൾ 21 ദിവസം ഷൂട്ടിങ്ങിന് നീണ്ടില്ലേ.
അപ്പോൾ 20 ദിവസം ഓടി കയറിയില്ലേ. പുള്ളിയുടെ കൂട്ടത്തിൽ പുള്ളിയെപ്പോലെ തന്നെ പുള്ളിയുടെ ഒന്നിച്ച് വന്നവരാണ്, നവോദയയിൽ വന്നവരാണ് സി വി എം പ്രിയനും ഫാസ് സാറും. അവർക്കറിയാം ഇവരുടെ ഇതാണ്. സിലാൻ പിന്നെ പറയണ്ടല്ലോ അവർക്ക്. പ്രിയദർശൻ സാർ എടുത്ത സീൻ ഏതാ ശരിക്കും? അത് ആ 2-3 സീനുണ്ട്. ഒന്നാം പിന്നെ ഈ വിനയപ്രസാദിൻ്റെ ആ സീന് ഇരിക്കുന്ന കുറേ സീനുണ്ട്. അത് എല്ലാം എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അന്നതൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ഇപ്പോൾ അങ്ങയുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഓർമ്മയില്ലല്ലോ. ഇതിപ്പം നമ്മൾ സിനിമ ഇറങ്ങിപ്പോയി, അങ്ങനെ പോയി. ഈ റീ റിലീസ് എന്ന് പറയുന്ന സാധനം തന്നെ ഈ സ്പടിയങ്കാരൻ വന്നേ പിന്നെയല്ലേ നമ്മൾ ചിന്തിച്ചത്. പണ്ട് രജനീകാന്തിൻ്റെ പടത്തെങ്ങ് അതും ഇന്നും ചെയ്യാറില്ല. ഇപ്പം രജനീകാന്തിൻ്റെ ഭാഷ വരുന്നു, 2-3 സിനിമകൾ നെഗറ്റീവ്. രജനീകാന്ത് ഇപ്പോൾ ഈ സോമൻ പിള്ളേനെ വിളിച്ചിരിക്കുക, അത് 4K ആക്കി തരാം. എന്നിട്ട് തമിഴ്നാട് റിലീസ് ചെയ്യാൻ. സാറിൻ്റെ വേറെ ഏതെങ്കിലും പടങ്ങൾ റീ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഗോഡ് ഫാദറും ചെയ്യുന്നുണ്ട്. പിന്നെ വിയറ്റ്നാം കോളനി എൻ്റെ സിനിമ അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ. അനീതി പ്രാവ് പ്ലാൻ ഉണ്ടോ? അനീതി പ്രാവ് പ്ലാനില്ല. ഫ്രണ്ട്സ് അനീതി പ്രാവ് തമിഴിൽ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. തമിഴിൽ അത് വിജയ് സൂര്യ അഭിനയിച്ചല്ലേ? അതെ, വിജയ് സൂര്യ അഭിനയിച്ചല്ലേ? അത് ചെയ്യുന്നുണ്ട്, തമിഴ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലില്ല. മലയാളത്തില്ല. ഈ പിന്നെ മലയാളത്തിൽ ഫ്രണ്ട്സ് ഞാനല്ല, അത് വേറെ കമ്പനി ചെയ്തു. സിദ്ദീഖ് ഡയറക്ടറിനേ ഉള്ളൂ. അതായത് എല്ലാ സിനിമയും ഓടിക്കണമെന്നില്ല. അനീതി പ്രാവ് അങ്ങനെ ഓടിക്കണമെന്നില്ല. അതിലൊരു യൂഷ്വൽ ഒരു ഇതാണ്. അത് അന്നത്തെ കാലത്ത് കൂടുതൽ കൺസൾട്ടേറ്റ് സിനിമ. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അതിന് ഈ ഒരു ഇത് വേണം. രണ്ടാമത് റിപ്പീറ്റ് വാലി എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയ്ക്കും വന്നോണമെന്നില്ലത്. മണിച്ചിത്രത്താഴ് എന്നുള്ള പേരിട്ടത് ബിച്ചു തിരുമല സാറാണ്. ലിറിക്സ് എഴുതി കഴിഞ്ഞിട്ടാണ് കേട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ആദ്യം വിചാരിച്ചിരുന്ന പേരെന്തായിരുന്നു? ആദ്യം വിചാരിച്ചെന്തൊക്കെയോ കുറേ അതൊന്നും മനസ്സിൽ ഓർമ്മ നിൽക്കണില്ല, ഇതായില്ല. അതൊക്കെ എന്തൊക്കെ കോരുകൾ നോക്കി. ഈ ഫാസിൽ സാറിന് ഈ അങ്ങനെ ഈ പൊട്ട പേരുകളൊന്നും ഇടിയല്ല. പുള്ളി അങ്ങനെ പേരതൊക്കെ നമ്മളിങ്ങനെ കഥ പേരുണ്ടാക്കാൻ സാറേ പേരുമില്ല അങ്ങനെ ഈ ലിറിക്സ് എഴുതി പേരില്ലാതെയാണ് പടം ഷൂട്ട് ചെയ്തിരുന്നത്. അന്നത്തേക്കും വന്നു. അത് ലിറിക്സ് കിട്ടുമ്പോൾ ഫാസിൽ സാറിന് കിട്ടും. അനീതി പ്രാവ് അങ്ങനെ വന്നതല്ലേ? അനീതി പ്രാവ് രമേശ് നായർ അനീതി പ്രാവ് എന്ന് അങ്ങനെ ടൈറ്റിൽ കിട്ടിയത്. അനീതി പ്രാവ് എന്ന ടൈറ്റിൽ അനീതി പ്രാവിന് പാട്ടെഴുതി വന്നപ്പോൾ അന്നേരം ആ പാട്ടെഴുതി ഞാൻ ഓർക്കുന്നത് മദ്രാസിലെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ടിങ്ങനെ രമേശ് നായർ പാൽസാർ അവിടെ ഇരിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബിജു, ഷാജി, ജയസൂര്യ എന്ന് പറയുന്ന ഡയറക്ടർമാരൊക്കെ പുറകിലിതേ ഇപ്പോൾ ഇവർ നിൽക്കുമ്പോൾ ഇങ്ങനെ പുറകിൽ നിൽപ്പുണ്ട്. രമേശ് നായർ അവിടെ ഉണ്ട്, പിന്നെ ഔസേപ്പച്ചനുണ്ട് മദ്രാസിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ രമേശൻ നായർ ഇങ്ങനെ നീ എത്തിപ്രാവിനെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ വായിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദിവസവും പാസ്സാറ് ഞാനിങ്ങനെ പിഴിയുന്നുണ്ട്. വരും എന്നിങ്ങനെ ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ അറിയാണ്ട് പാസ് പുള്ളി എന്നോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. കറക്റ്റ് അനീതിപ്രാവ് എന്നുള്ള വാക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പാട്ടൊക്കെ നിർത്തി കഴിച്ചപ്പോൾ ഞാൻ സാറേ കറക്റ്റായില്ല. അപ്പച്ചൻ പോയി രജിസ്റ്റർ ചെയ്തു അനീതിപ്രാവ് എന്നാണ്. അപ്പോൾ ഉണ്ട് അവിടെ കുറേ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു, അയ്യേ അനീതിപ്രാവ്, വി ഡി രാജപ്പൻ്റെ ഒരു കാസറ്റ് ഉണ്ട് അനീതി കോഴി എന്ന് പറഞ്ഞു. അതേപോലെ അത് വേണ്ട അത് വേണ്ട. ഒരു ഗ്രൂപ്പ് ഭയങ്കര എതിര്. പാസാർ പറഞ്ഞു അപ്പച്ചൻ പോയി വേഗം രജിസ്റ്റർ ചെയ്തു. അതായത് എൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ അതാണ്. ഉറപ്പിച്ചു. അത് പാസിൽദാർ തീരുമാനിച്ച പിന്നെ പറഞ്ഞു അനീതിപ്രാവ്, അങ്ങനെ ഉറപ്പിച്ചു. അതാണ് അനീതിപ്രാവ്. മണിച്ചിത്രത്താഴ് ഇപ്പോഴും ടി വി കണ്ടു കഴിഞ്ഞാൽ ചില മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ ആ കണ്ടോണ്ടിരിക്കുന്നില്ലെങ്കിൽ ദൂരെ എന്നാലും നമുക്ക് ഒരു പേടിയുടെ ഗൂസ് ബംസ് വരും. അത് റീ റെക്കോർഡിങ് ജോൺസൺ മാഷയുടെ റീ റെക്കോർഡിങ് ആണത്. പിന്നെ 3 ദിവസം കൊണ്ട് തീർത്തത് പുള്ളി. പിന്നെ മറ്റേത് MG രാധാകൃഷ്ണൻ പാട്ട് വീണ കൊണ്ട് ഹൊറർ മ്യൂസിക് ചെയ്ത് ആദ്യമായിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. ഇതിന്റെ പ്ലാനിങ് എന്തായിരുന്നു സാർ? അതായത് ഈ പിന്നെ ഈ MG രാധാകൃഷ്ണൻ സാറ് സാധാരണ അങ്ങനെ റീ റെക്കോർഡിങ് ചെയ്യും. ഒരു 10 ദിവസമൊക്കെ എടുക്കും പുള്ളിയെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഈ മലയാളത്തിൽ ഭംഗിയായിട്ട് 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് തീർക്കുന്ന 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഒന്ന് ജോൺസൺ മാഷ്, മറ്റേ രാജാമണി മരിച്ചുപോയി. 6-ാം തമ്പുരാൻ ഒക്കെ രാജാമണിയാണ്. പിന്നെ പ്രജ ഒക്കെ അതൊക്കെ പുള്ളി 3 ദിവസം മതി. അങ്ങനത്തെ ആക്ഷൻ പടങ്ങളാണ് രാജാമണി. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ജോൺസൺ മാഷ് 3 ദിവസം കൊണ്ട് തീർത്ത. ഫാസിൽ സ്കൂൾ ഓഫ് സിനിമ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പാച്ചിക്ക സ്കൂൾ ഓഫ് സിനിമ. അതിൽ നിന്ന് സാറ് പഠിച്ചൊരു കാര്യം പറയാം. ഒരേ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ 31ാമത്തെ കൊല്ലം ഈ പടം റിലീസ് ചെയ്യാനും എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലോ, സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ലോ. ഈ സിനിമ മാത്രമല്ല, ഈ ഗോഡ് ഫാദർ എടുക്കാൻ, സിനിമ എടുക്കാൻ ഞാൻ
കോഴിക്കോട്ടുനിന്ന് അപ്പുറത്തുള്ള കുപ്പായക്കോട് എന്ന് പറയുന്നൊരു സ്ഥലത്ത്, കോടഞ്ചേരിക്കടുത്തുള്ള സ്ഥലത്തു നിന്ന്, ഈങ്ങാപ്പുഴ എന്നുള്ള സ്ഥലത്തുനിന്ന് ഈ സുൽത്താൻ ബത്തേരി ആലപ്പുഴ എന്ന് പറയുന്നൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുണ്ട് കേരള സ്റ്റേറ്റ്. അതിന് കൈകാട്ടി കയറി ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴ ഇറങ്ങി ഫാസിൽ സാറിൻ്റെ ദാറുസ്സലാം എന്ന വീട്ടിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ സംസാരിക്കാൻ ഇരിക്കുന്നത്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇല്ലേ? ഇപ്പം അപ്പച്ചൻ സാർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണമല്ലോ? അതെന്താ വേണ്ടതെന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്നുള്ള ഉത്തരം എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് പറയാറായിട്ടില്ല. ഓക്കെ, അത് വന്ന് അങ്ങത് കേൾക്കുമ്പോൾ അങ്ങനെ വിളിച്ചാൽ ഞാൻ വീണ്ടും വരാം. അത് ഞാൻ ഈ ചോദ്യം ഉത്തരം പറയാം. ശരി, ഓക്കെ. അപ്പം മലയാളികൾ വിടമാട്ടെ മണിച്ചിത്രത്താഴ്, താറും വിടമാട്ടെ മണിച്ചിത്രത്താഴ് വീണ്ടും റീ റിലീസ് ചെയ്യാൻ പോവാണ്. അതെ, അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പടം മലയാളികൾ റീ റിലീസിൽ ഏറ്റെടുക്കട്ടെ, പലതവണ കാണട്ടെ. അതെ, പ്രാവശ്യം കാണട്ടെ. താങ്ക് യു സർ. താങ്ക് യു സാർ.